പ്ലീസ് ലോഡ് ദൈവമക്കളെ, ഇന്ന് ഇന്ത്യയിൽ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു രാജ്യം മുഴുവനും, എല്ലാ ഇന്ത്യക്കാരും. എന്നാൽ ഇതിൽ എത്ര ഇന്ത്യക്കാർ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ വന്നിട്ടുണ്ട്? യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഒരു ജനതയ്ക്ക് എവിടെയാണ് ആവശ്യമായിരിക്കുന്നത്? ഇന്നലെ നമ്മൾ കേൾക്കുവാനിടയായി ന്യൂസിൽ, ആകാശത്തു നിന്നും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കുന്നത്, മേഘ സ്ഫോടനമുണ്ടായി അനേക പേർ ജമ്മുവിൽ മരണപ്പെടുവാനും ഹോസ്പിറ്റലൈസ്ഡ് ആകാനും ഇടയായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ 40ഓളം മനുഷ്യർ, മലയാളികൾ ഉൾപ്പെടെ അനേക പേർ വെന്റിലേറ്ററിലാണ് മദ്യം കഴിച്ചതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ കേട്ട ശബ്ദമാണ്. ഓരോ ദിവസത്തിലും നമ്മൾ അനേക സംഭവങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ആരിൽ നിന്നുമാണ് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്? ഈ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമോ? ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 വഴികളാണുള്ളത്. ഒന്ന് ഇരുട്ടിൻ്റെ വഴിയും ഒന്ന് പ്രകാശത്തിൻ്റെ വഴിയും. ഒന്ന് നിത്യമായ വഴിയും ഒന്ന് നാശത്തിലേക്കുള്ള വഴിയും. ഒന്ന് ശരിയായ വഴിയും ഒന്ന് തെറ്റായ വഴിയും. ഒന്ന് ഇരുട്ടിലേക്കുള്ള വഴിയും ഒന്ന് പ്രകാശത്തിലേക്കുള്ള വഴിയും. ഈ 2 വഴികളും നേടിയെടുക്കേണ്ടത് നമ്മളുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ജീവശ്വാസം ആ പൊടി കൊണ്ടുണ്ടാക്കിയ ഒരു ആകൃതിയിലേക്ക്, ഒരു മനുഷ്യൻ്റെ ആകൃതിയിൽ പൊടി കൊണ്ടുണ്ടാക്കി അതിൽ അവൻ്റെ ജീവശ്വാസം ഊതിയപ്പോൾ, ആ ശ്വാസം ഊതിയപ്പോൾ ഈ പൊടിയിൽ നിന്നും ഉണ്ടാക്കിയ ഈ ഒരു കൈ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ബോഡിക്ക് ജീവൻ വയ്ക്കുവാനിടയായി. അന്നു മുതലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുവാനിടയായത്. എന്നാൽ ഈ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, ഈ മനുഷ്യരെല്ലാവരും തന്നെ സ്നേഹിക്കണം, തൻ്റെ കൂടെ നടക്കണം, തന്നോട് ചേർന്ന് തന്നിൽ ആനന്ദിക്കണമെന്ന് മാത്രമാണ് ഈ ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ അതിനു മുൻപ് ഒരു സൃഷ്ടി ഉണ്ടായിരുന്നു, ദൂതന്മാരുടെ സൃഷ്ടി. അതിൽ വീണുപോയ ഒരു ദൂതനാണ് ഇതുപോലെ സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ഒരു ദൂതനായിരുന്നു ലൂസിഫർ. ലൂസിഫറിൻ്റെ ഹൃദയത്തിൽ വന്ന നിഗളവും ദൈവത്തേക്കാൾ ഉപരിയായി തന്നെ താൻ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, താൻ സംതിങ് ആണെന്ന് തോന്നിയപ്പോൾ ദൈവം അവനെ തകർത്തു കളയുവാനിടയായി. പിന്നീടാണ് ദൈവത്തിൻ്റെ അടുത്ത പദ്ധതിയായ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുവാനിടയായത്. നമുക്കറിയാം, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് കുറച്ചു വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദൂതന്മാരെ സൃഷ്ടിച്ചിട്ട് കൊടാനുകൂടി വർഷങ്ങൾക്ക് മുൻപാണെന്ന് നമുക്കറിയാം. ലോകവും അതിലുള്ളതും ദൈവത്തിൻ്റെ അധീനതയിൽ ഇരിക്കുന്നുവെങ്കിലും പിശാചാണ് ഇവിടെ ഭരിക്കുന്നത്. ദൈവത്തിൻ്റെ അധികാരമാണെങ്കിലും പിശാചാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. ലൂസിഫറിന് ഈ ഭൂമിയെ കൊടുത്തിരിക്കുകയാണ്. അവനിഷ്ടമുള്ള രീതിയിൽ ഇവിടെ ആയിരിക്കുന്ന മനുഷ്യരെ, യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ, വശീകരിക്കുവാനും അവരെ ഇരുട്ടിലേക്ക് നയിക്കുവാനും അവന് അധികാരമുണ്ട്. എന്നാൽ അവൻ്റെ അധികാരത്തെ എന്നേക്കുമായി തകർക്കുവാനാണ് ഈ ദൈവം തന്നെ, ഈ ജീവശ്വാസം കൊടുത്ത ദൈവം തന്നെ താൻ മുന്നമേ നിർണയിച്ച പ്രകാരം യേശു റെഡീമർ, ഇമ്മാനുവൽ, പാപത്തിന് പരിഹാരമായി തൻ വചനമായിരുന്നു. ആ വചനം പറഞ്ഞപ്പോഴാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിക്കാനിടയായത്. ഈ വചനം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. തൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് തൻ്റെ മക്കളെന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ട് തൻ്റെ മകനെന്ന് വിളിക്കപ്പെടുന്നു. നമ്മളെയും മക്കളെപ്പോലെയാണ് ദൈവം ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനായിരിക്കുന്നത് ഒരു മകളായിട്ടാണ്, ഒരു മകനായിട്ടാണ്. ദൈവത്തിൻ്റെ പ്രിയ മകളാണ് ഞാൻ. എന്നാൽ ക്രിസ്തുവിൽ, ഈ വചനത്തിന് ഞാൻ ഒരു മണവാട്ടിയാണ് ഇപ്പോഴും. ഈ വചനമാണ് എന്നെ റെഡീം ചെയ്യുവാനായി, എന്നെ വിടുവിക്കുവാനായി ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ വചനം ഞാൻ ഏറ്റുപറയുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ നീതിയുള്ളവളായി മാറുന്നു. അതിനുശേഷം ഞാൻ രക്ഷയിലേക്ക് കടന്നു വരും. എന്നെ രക്ഷ എന്ന ശിരസ്ത്രവും നീതി എന്ന അങ്കിയും എന്നെ ഇടിവിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തിൽ നിന്നും സെപ്പറേറ്റായി. പക്ഷേ എനിക്ക് ഈ ലോകത്തിലൊരു ജീവിതമുണ്ട്. ആ ജീവിതം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അത് ദുർഘടമായതും അത് നീതിയില്ലാത്തതും
കാൽവറിലെ ക്രൂശിൽ യേശുവിന് നീതി കിട്ടാതിരുന്നത് പോലെ തന്നെ, വചനത്തിന് നീതി കിട്ടാതിരുന്നത് പോലെ തന്നെ ആ വചനത്താൽ വീണ്ടും ജനിച്ച നമുക്കും നീതി എന്ന സംഭവം ലഭിക്കുകയില്ല. എന്നാൽ നമ്മളെ നീതീകരിച്ചു, നമ്മളെന്നേക്കും നീതിയുടെ ഒരു മുഴുവൻ പാട്ടായി കഴിഞ്ഞു. അതുകൊണ്ട് ലോകത്തിൻ്റെ നീതി നമുക്ക് ലഭിക്കുകയില്ല. ഇതറിയുന്ന ഒരു ദൈവ പൈതൽ ഈ ലോകത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിൽ, ക്രിസ്തു യേശു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നുവെങ്കിൽ ഇനി നിങ്ങൾ അടിമനുഖത്തിൽ പെട്ടുപോകരുത്. അപ്പോൾ ഈ ലോകം, ലൂസിഫറിൻ്റെ ഈ ലോകത്തിൽ, പിശാചിൻ്റെ ഈ ലോകത്തിൽ നമ്മൾ വീണ്ടും പെട്ടുപോകരുത്. അനേകർ നിലംപരിചാകുവാൻ കാരണമാകുന്നത് അവൻ്റെ ഇഷ്ടങ്ങളെ ചെയ്യുന്നത് കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ജേർണിയിൽ ഞാൻ മാർച്ച് 21 എന്നെ ദൈവം അടുത്ത ഒരു ഓർഡിനേഷനിലേക്ക് കൊണ്ടുവരുന്നത്. 16 വർഷത്തെ എൻ്റെ ദൈവവുമായിട്ടുള്ള ജേർണി, 14 വർഷത്തെ പിന്മാറ്റം, 97 മുതലുള്ള ഈ ജേർണി, എൻ്റെ 17ാമത്തെ വയസ്സിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. പക്ഷേ എന്നെ രക്ഷയിലേക്ക് ദൈവം ആകർഷിച്ചത് 1997 അതിൻ്റെ ശേഷം എൻ്റെ 22ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ആ 97 മുമ്പ് 93 ദൈവം എന്നെ ആകർഷിക്കുവാൻ ഇടയായത്. എന്നാൽ ആ ദൗത്യം എന്നിലേക്ക് വന്നത്, ആ പ്രേമം എന്നിലേക്ക് അങ്ങോട്ട് വലിച്ചത് എന്നെ 97 എൻ്റെ 22ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 22ാമത്തെ വയസ്സിൽ, എൻ്റെ 17ാമത്തെ വയസ്സിൽ എന്നെ അവൻ കാണുവാനിടയായി, ആ കൊടി എന്നെ കാണുവാനിടയായി. എൻ്റെ 21 വയസ്സ് കഴിഞ്ഞപ്പോൾ, 22ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴാണ് എൻ്റെ ദൈവം എന്നെ ആകർഷിച്ചത്. 22ാമത്തെ വയസ്സ് മുതൽ 2009 വരെ 12 വർഷക്കാലത്തോളം ഞാൻ ഈ കർത്താവിനെ അറിയാതെ നടന്നൊരു വ്യക്തിയാണ്. അറിഞ്ഞിട്ടും രക്ഷകനായി സ്വീകരിച്ചിട്ടും പക്ഷേ എനിക്ക് ആത്മാവിൻ്റെ ആ ആത്മശക്തി എന്നിൽ വന്നിട്ടില്ലായിരുന്നു. അതായിരുന്നു എനിക്കിതിനെ ജയിക്കുവാൻ പറ്റാതെ ഇരുന്നതും. എൻ്റെ ഉൾക്കണ്ണ് ലോകത്തെയും ജഡത്തെയും ജയിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് ഈ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാൻ സാധിച്ചില്ല. എൻ്റെ ജഡമാണ് എന്നെ ഭരിച്ചത്. എന്നാൽ 2009 ജൂലൈയിൽ ദൈവം എനിക്ക് ആദ്യമായി എന്നോട് ഇടപെടുന്ന ഒരു ദർശനമാണ് പാതാളത്തെക്കുറിച്ച് എന്നെ കാണിക്കുവാനിടയായി. ആ പാതാളത്തിൻ്റെ ആ ദർശനത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അതെൻ്റെ ഹസ്ബൻഡിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ഒരു ദർശനമായിരുന്നു അത്. ആ ദർശനം ഭയങ്കരമായ തീയുടെ കനലുകൾ, മേഘങ്ങൾ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ കുണ്ടമായി അഗ്നിജ്വാലയായി ഇങ്ങനെ പാതാളത്തെ കാണിക്കുവാനിടയായി. ഈ പാതാളം ഭയങ്കര ഓറഞ്ച്, ഡാർക്ക്, റെഡിഷ് മിക്സഡ് ആയിട്ടുള്ള കളറാണ്. അതിൻ്റെ അരികിലൂടെ എൻ്റെ ഹസ്ബൻഡ് പോകുന്നതും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ കർത്താവ് പറയുന്നതും അതിനെ തുടർന്ന് അദ്ദേഹം രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായി. 6 മാസത്തോളം അദ്ദേഹം ശക്തമായ സുവിശേഷം ദേവദാസനോടൊപ്പം ആരാധനയിലും പുറത്തും അകത്തും പ്രാർത്ഥനാ ജീവിതത്തിലുമെല്ലാം വളരെ സ്നേഹത്തിലായിരുന്നു. എന്നാൽ 2010 മാർച്ചിൽ എനിക്ക് അഭിഷേകം പ്രാപിക്കുവാനിടയാവുകയും ഒരു വലിയ എൻകൗണ്ടറോടുകൂടി കർത്താവിനെ തിരഞ്ഞെടുക്കുകയും ഒരു ദൗത്യം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു 2010. അതോടുകൂടി എൻ്റെ ഹസ്ബൻഡ് ആത്മാഭിഷേകം ഞാൻ പ്രാപിച്ചപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോകാനിടയായി. എന്നാൽ 2014 ദൈവം എനിക്ക് തന്ന വലിയൊരു ദർശനം ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, ആ ദർശനമാണ് ഈ ഇന്നുവരെയും എന്നെ പിടിച്ചു നിർത്തുവാനിടയായത്. ഈ ജേർണി ഇറ്റ് വാസ് നോട്ട് ഈസി. പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, ഈ ജേർണിയിൽ എല്ലാ അവസ്ഥകളിലും ഏതെല്ലാം ദുർഘടങ്ങൾ വന്നുവോ എന്നെ കർത്താവ് ജയാളിയാക്കുവാനിടയായി. നമ്മുടെ ഉള്ളത്തിലാണ് ജീവൻ്റെ നദി പുറപ്പെടുന്നത്. ആ ജീവൻ്റെ നദി സദൃശ്യവാക്യം 4:23 പറഞ്ഞു, സകല ജാഗ്രതയോട് നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അവിടെ നിന്നല്ലോ. ഈ ജീവൻ്റെ ഉത്ഭവം എൻ്റെ ഉള്ളത്തിൽ നിന്നും പുറപ്പെടുന്നതിനെ തടയുവാൻ പിശാച് പലപ്പോഴും നോക്കിയപ്പോൾ എൻ്റെ ദൈവം ബലവാനെ തകർക്കുവാൻ സർവശക്തനെ കൊണ്ടേ കഴിയുകയുള്ളൂ. സർവശക്തനായ എൻ്റെ ദൈവമാണ് ഓരോ വഴികളിലും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. 2010 ആ നടന്ന വലിയൊരു സംഭവം, എസെക്കിയേൽ ഫ്രാൻസിസിൻ്റെ പവർ കോൺഫറൻസ് 5 ദിവസം ദുബായിൽ 2010 നടന്നതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്ന് അന്ന് രാത്രിയിലാണ് ഭയങ്കര ഭയത്തോടുകൂടി, എൻ്റെ ടെസ്റ്റിമണി നിങ്ങൾക്ക് കേൾക്കാം, എൻ്റെ ചാനലിലുണ്ട്. ആ ഭയത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് വലിയൊരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നതും ദൈവം എന്നെ വിളിച്ചു പോയത്. അന്ന് മുതൽ ഇന്നുവരെയും
മറ്റുള്ളവരോട് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് എംപവർ ചെയ്യുവാനും അവരെ മിനിസ്ട്രിയിൽ ഒരുക്കുവാനും അനേകരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവാനുള്ള ഒരു ദൗത്യം എനിക്ക് തരുവാനിടയായി. എന്നാൽ എൻ്റെ ഉടനീളമുള്ള ജീവിതത്തിൽ ഞാൻ കാണുവാനിടയായത് ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കൽ പോലും ഗുണീകരണത്തിലും ശിക്ഷണത്തിലും അവർ വളരുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പെട്ടെന്ന് ഫേമസ് ആകണം, പെട്ടെന്ന് സംതിങ് ആകണം, പെട്ടെന്ന് ഇങ്ങനെയാകണം, പെട്ടെന്ന് അങ്ങനെയാകണം. എന്നാൽ ഈ അന്ത്യകാലത്തിൽ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എല്ലാത്തിലും പെർഫെക്റ്റായേ മതിയാവുകയുള്ളൂ. ഒരു കമാൻഡർ ഇന്ത്യയിലെ കമാൻഡറിനെ പഠിപ്പിക്കും, സോൾജേഴ്സിനെ പഠിപ്പിക്കും, അതിൻ്റെ ചീഫ് പഠിപ്പിക്കും, അതിൻ്റെ ഹെഡ് പഠിപ്പിക്കും, അതിൻ്റെ മേജർ പഠിപ്പിക്കും. ഇതിലെല്ലാം അവർ പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമേ അവർക്ക് യുദ്ധത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ദർശനത്തിന് മുൻപായി എന്നെ അനേക ജേർണിയിലൂടെ 16 വർഷം കർത്താവ് കടത്തിവിട്ടപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് എറണാകുളത്ത് പുത്തൻ കുരിശിൽ നടന്ന ആദ്യത്തെ പബ്ലിക് മീറ്റിങ്ങിൽ 100ഓളം സഹോദരങ്ങൾ ആരും അറിയാതിരുന്നിട്ട് പോലും അല്പജനത്തെ മാത്രം ഇൻവൈറ്റ് ചെയ്തിട്ടും 100ഓളം ജനങ്ങൾ വരികയും അവരോടെല്ലാം അവരുടെ ഓരോരുത്തരുടെ ഹൃദയത്തെ മനസ്സിലാക്കുവാനും എനിക്ക് ദൈവം ഇടയാക്കി. എന്നാൽ ദൈവം ആഗ്രഹിച്ച ഒന്ന് മാത്രമാണ്, തൊട്ടാൽ വീഴ്ത്തുന്നതോ അത്ഭുതങ്ങൾ നടക്കുന്നതോ അല്ല. അതൊക്കെയും ജാതികളുടെ ഇടയിലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവമക്കളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അവർ ക്രിസ്തുവിനോട് ചേർന്നിരുന്നുകൊണ്ട് ആ വചനത്തിൻ്റെ പാറയാകുന്ന ക്രിസ്തുവിൽ നിന്ന് വെള്ളം വലിച്ചു കുടിക്കണം. അവർ ഗുപ്തനിധികളെ കണ്ടെടുക്കണം. ആഴത്തിൻ്റെ ആഴത്തിൽ പോയി ആ ഡയമണ്ട് പുറത്തു കൊണ്ടുവരണം. ഇതാണ് അവരെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ എൻ്റെ ഒരു വർഷമായ ജേർണിയിൽ ഇതൊക്കെയും പറയുമ്പോൾ 2020 സൂമിലൂടെ പലപ്പോഴും പറഞ്ഞപ്പോഴും പലരും വല്ലാത്ത രീതിയിൽ എന്നെ പ്രതികരിച്ചു. ഇപ്പോൾ യൂട്യൂബിലും അനേക സഹോദരിമാർ എന്നെ പ്രതികരിച്ചു. ഇപ്പോൾ ഇന്ന് മുതൽ ദൈവാത്മാവ് ഒരു പുതിയ ദൗത്യം, ഒരുങ്ങുവാനുള്ളവരെ 1000 എണ്ണത്തിൽ 100 എണ്ണത്തിനെ എഴുന്നേൽപ്പിച്ച് അത് പെർഫെക്റ്റ് ആണെങ്കിൽ അതിലൂടെ അനേകം പേരെ, അനേക സോൾജേഴ്സിനെ എഴുന്നേൽപ്പിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന ഈ വചനത്തിൻ്റെ ആഹ്വാനത്തിൽ ഏത് ക്രൂശ് ലഭിച്ചാലും, ഏത് നിന്ദ ലഭിച്ചാലും, ഏത് പ്രയാസം ലഭിച്ചാലും ആ ദൗത്യമുള്ളവർ, ഉന്നമേ പോകുന്നവർ പറയുന്നത് കേട്ടുകൊണ്ട് ആ ബലത്തോടും ബലാൽശാലികളായി മുന്നോട്ട് പോകാൻ ശക്തരായവരെ ഈ ദിവസങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. 0097155707931. അമേരിക്കയിലെ സോൾജേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ തന്നെ വളരെ ടഫസ്റ്റായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ ഒരുവൻ്റെ ഹൃദയത്തെ നല്ലതുപോലെ ശോധന ചെയ്യുന്ന ദൈവം ആ ശോധനാ സമയത്ത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് പറയുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അല്ലാത്തവർ അവരുടെ വഴികളിൽ ഇടറി വീഴുവാനിടയാകും. നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിനായിട്ട് നമ്മൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുമ്പോൾ ചില വചനങ്ങൾ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 119-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, സങ്കീർത്തനം 33-ന്റെ 12-ാം വാക്യം. അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയും ചെയ്യുന്നു. 7-ാമത്തെ വാക്യമാണ് നിങ്ങൾക്ക്, നമ്മുടെ കീവേഡാണ് റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. എന്നാൽ നിങ്ങളുടെ 7-ാമത്തെ വാക്യമാണ്, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടിച്ചവരെ അധികമധികം ശോഭിച്ചു വരും. സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കാൻ മറക്കരുത്. ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ 7 വചനങ്ങൾ ഈ വർഷത്തിൽ അടുത്ത ഓഗസ്റ്റ് മാസം വരെയും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജയാളിയായി, ഒരു സോൾജിയറായി, ദൈവത്തിൻ്റെ ഒരു അംബാസിഡറായി ക്രിസ്തുവിനോട് ചേർന്നിരുന്നു കൊണ്ട് ഈ ലോകത്തെ ജയിക്കുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് അനേകർക്ക് കൊടുക്കുവാൻ സാധിക്കും. നിങ്ങളും അടിമനുഖത്തിൽ പെട്ടുപോകുകയില്ല. എപ്പോഴും ഞാൻ എൻ്റെ ശിശുക്കളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. ഒരു വ്യക്തി എന്നോട് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായ ചിരിയാണ് വരാറുള്ളത്. ഒരിക്കലും ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ഞാൻ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം അനേക സഹോദരങ്ങൾ എനിക്ക് ഉള്ളതുകൊണ്ട്, ആത്മാവിലുള്ള സഹോദരി അമ്മമാർ, സഹോദരിമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, മക്കളൊക്കെ, അപ്പന്മാരൊക്കെ ഉള്ളതുകൊണ്ട്, അമ്മമാരുള്ളതുകൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രമായി പ്രാർത്ഥിക്കുവാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല. എല്ലാവർക്കും വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 6:18 പ്രകാരം എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാനാണ് ഞാൻ ഇന്നും അന്നും നിങ്ങളെയും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ. സങ്കീർത്തനം 33:12 പറയുന്നു, Psalms 33:12, Blessed is the nation whose God is the Lord. കർത്താവിനെ ദൈവമാക്കിയെടുത്ത ജാതി ഭാഗ്യവാനാണ്. A nation founded on God will enjoy lasting freedom and blessing. ഒരു രാജ്യം ഈ വചനത്തെ ദൈവമാക്കിയാൽ മാത്രമേ ആ ജാതി, മുഴുവൻ ജാതി, ലോകത്തിലുള്ള ജനം ഭാഗ്യവാന്മാരാവുകയുള്ളൂ. നമ്മൾ ഈ ലോകത്തിൻ്റെ ഭാഗ്യമാണ് നോക്കുന്നതെങ്കിൽ യഥാർത്ഥമായ ഭാഗ്യവാൻ ഈ കർത്താവിനെ ദൈവമാക്കിയവരാണ്. ലേവ്യ പുസ്തകം 25:10 Leviticus 25:10, Proclaim liberty throughout the land to all its inhabitants. In the Jubilee year, debts were cancelled and slaves were freed, just like Jesus cancelled our debt of sin. ലേവ്യ പുസ്തകം 25:10 പറയുന്നു, ദേശത്തൊട്ടാകെ സ്വാതന്ത്ര്യം പ്രഘോഷിപ്പിക്കുക. ജൂബിലി വർഷത്തിൽ കടങ്ങൾ മാപ്പ് കിട്ടും, അടിമകൾ മോചിതരാകും. യേശു പാപത്തിൻ്റെ കടം മാപ്പാക്കി നമ്മെ ദൈവകുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ഞാൻ നിങ്ങളോട് പറയുവാനിടയായി, ദൈവത്തിന് എവിടെ മനുഷ്യനെ നഷ്ടമായോ ഏതെങ്കിലും ആ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക്, ആ കാലച്ച കേട്ടുകൊണ്ട് അവനിൽ റിജോയ്സ് ചെയ്യുന്ന മക്കളായി ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ റിജോയ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അപ്പനോട് ചേർന്ന് നടക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ അറിയേണ്ടതുപോലെ ഈ വചനത്തെ അറിഞ്ഞില്ല എന്നാണ്. ആ വചനം ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുവിനെന്ന് പറഞ്ഞു, പക്ഷേ പ്രാർത്ഥിച്ചതെല്ലാം തനിച്ചാണ്. തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ തന്നെ ചെയ്യുവാൻ പിതാവിനോട് ചേർന്നിരുന്നു. പിതാവിൻ്റെ മനസ്സ് അറിഞ്ഞ പുത്രനെ പോലെ നമ്മളും ഈ ലോകത്തിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 3:17 Where the Spirit of the Lord is, there is freedom. Laws gives rights, but only the Spirit gives peace. 2 കൊരിന്ത്യർ ലേഖനം 3:17. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിയമങ്ങൾ അവകാശങ്ങൾ നൽകും, പക്ഷേ ആത്മാവ് സമാധാനവും സ്വാതന്ത്ര്യവും നമുക്ക് നൽകും. 2 കൊരിന്ത്യർ ലേഖനം 3:17 ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് സ്പിരിറ്റിൻ്റെ ഫ്രീഡമാണ്. ലോയിലുള്ള ഫ്രീഡം നമുക്ക് അവകാശങ്ങൾ, നമുക്ക് നിയമങ്ങൾക്ക് അവകാശങ്ങൾ നൽകും, പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നൽകുകയില്ല. അവകാശങ്ങളെക്കാൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ലോകത്തിൽ നിന്നുള്ള പിശാചിൻ്റെ കയ്യിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ദൈവികമായ സമാധാനവും സ്വർഗീയമായ അവകാശവുമാണ് നമുക്ക് ആവശ്യമുള്ളത്. റോമാ ലേഖനം 8:21 പറയുന്നു, The creation itself will be liberated from its bondage to decay and brought into glorious freedom of the children of God. റോമാ ലേഖനം 8:21 പറയുന്നു, സൃഷ്ടിയും നശ്വരതയുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. Sin brought decay, but in Christ there is a promise of eternal glory and freedom. ഈ സൃഷ്ടിയും ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സകല ചരാചരവും നശ്വരതയുടെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. ഈ ഭൂമി മുഴുവനും ബോണ്ടേജിലാണ്, ഡീക്കേ ആയി. ഒരു പാപം ചെയ്തതോടുകൂടി, ആദമും ഹൗവയും പാപം ചെയ്തതോടുകൂടി ഈ ഭൂമി ഡീക്കേ ആകുവാനിടയായി. അവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്ത്രീ മൂലം പാപം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് ആദമെന്ന് പേരിട്ടു. അവർക്ക് ആദമെന്ന് പേരിട്ടുവെങ്കിൽ ആ ആദമിൻ്റെ ഉള്ളത്തിലിരുന്നതാണ് സ്ത്രീയും. ആദം പാപം ചെയ്തുവെങ്കിൽ സ്ത്രീയും അതിൽ ഇൻവോൾവ് ആണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:28 പറയുന്നു, Galatians 3:28 പറയുന്നു, ക്രിസ്തുവിൽ പുരുഷനും സ്ത്രീയുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ലോകത്തിൽ, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ദേവദാസന്മാർക്ക് ബൈബിൾ കോളേജിലും പഠിപ്പിക്കാൻ മറന്നുപോയ ഒരു ഡെപ്താണ്, ഇന്നുവരെയും ആർക്കും വെളിപ്പെടാഞ്ഞൊരു ഡെപ്തുമാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ക്രിസ്തുവിൽ
നിങ്ങൾ പുറമേ നോക്കുമ്പോൾ സ്ത്രീയും പെണ്ണും, ഡോക്ടർ നോക്കുമ്പോൾ സ്ത്രീ പെണ്ണ്, ലോ നോക്കുമ്പോൾ സ്ത്രീ പെണ്ണ്, ജഡ്ജ് നോക്കുമ്പോൾ സ്ത്രീ പെണ്ണായിരിക്കാം. പക്ഷേ ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ വചനത്താൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ, ക്രിസ്തുവിൽ വചനപ്രകാരം വചനത്തിൻ്റെ ലോയിലേക്ക് വരുമ്പോൾ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീയും പുരുഷനും എന്നില്ല, അവിടെ ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ അംബാസഡർ, ദൈവത്തിൻ്റെ സോൾജേഴ്സ്, ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മണവാട്ടി, ദൈവത്തിൻ്റെ പ്രിയ മക്കൾ. അതാണ് നമ്മുടെ അവകാശം. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. ഇവിടെ പുരുഷനും സ്ത്രീയുമില്ല, രണ്ടു പേർക്കും ഒരേ അധികാരം തന്നെയാണ്. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഉടനീളം 16-ാം അധ്യായത്തിൽ ശുശ്രൂഷക്കാരത്തെകളെ കുറിച്ച് പറയുന്നു. അപ്പോസ്തലയായ യൂനിയാവിനെ കുറിച്ച് പറയുന്നു 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ. പല ബൈബിൾ കോളേജുകളിലും നമ്മളെ പഠിപ്പിക്കാത്തതാണ് ഇതൊരു സ്ത്രീയാണെന്ന്. എന്നാൽ യൂനിയാവ് ഒരു സ്ത്രീയാണ്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, 1 കൊരിന്ത്യൻ 12 ചാപ്റ്റർ 28 പറയുന്നു, സഭയിൽ അപ്പോസ്തലൻ ഒന്നാമത്. അപ്പോൾ യൂനിയ ഒരു അപ്പോസ്തലയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്കും ഒരേപോലെ ശുശ്രൂഷയുണ്ടെന്ന് പഠിപ്പിക്കുന്നില്ല? ദൈവം വിളിച്ച് ദൗത്യം തന്ന സ്ത്രീകൾ, എല്ലാ അടിമനുഖത്തിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം. എല്ലാ സഭകളിലുമുള്ള ദൈവദാസന്മാരുടെ ദാസികളോടുമുള്ള ഹംബിൾ റിക്വസ്റ്റാണ്, നിങ്ങൾ ആത്മാവിൽ ബലപ്പെടുക, നിങ്ങൾ ദൈവത്തെ ഭയക്കുക, നിങ്ങൾ കൺട്രോൾ ചെയ്യാതെ ആത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായി വിട്ടുകൊടുക്കുക. സ്ത്രീയും പുരുഷനും ക്രിസ്തുവിൽ ശുശ്രൂഷയിൽ ഒന്നാകുന്നു. രണ്ടു പേർക്കും 5-fold മിനിസ്ട്രി ഉണ്ട്. കർത്താവിൻ്റെ നാമം ഇവിടെ മഹത്വപ്പെടുമാറാകട്ടെ. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ പറയുന്നു, ടു പ്രൊക്ലെയിം ഫ്രീഡം ഫോർ ദ പ്രിസണേഴ്സ് ആൻഡ് ടു സെറ്റ് ദ ഒപ്രസ്ഡ് ഫ്രീ. ജീസസ് കെയിം നോട്ട് ഫോർ പൊളിറ്റിക്കൽ റെവല്യൂഷൻ ബട്ട് ഫോർ എ സ്പിരിച്വൽ റെവല്യൂഷൻ, ബ്രേക്കിംഗ് ചെയിൻസ് ഓഫ് സിൻ, ഗിൽറ്റ് ആൻഡ് ഫിയർ. ലൂക്കോസ് 4-18 പറയുന്നു, അടിമകളെ വിടുവിപ്പാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിപ്പാനും യേശു ഭൂമിയിൽ വന്നത് ഒരു രാഷ്ട്രവും വിപ്ലവത്തിനും രാജാവാകുവാനോ മന്ത്രിയാകുവാനോ ആരെങ്കിലും രാജാവാക്കുവാനോ വേണ്ടിയിട്ടല്ല, ഒരു ആത്മീയ വിപ്ലവത്തിനായിട്ടാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ ഭൂമിയിൽ ഞാൻ സമാധാനം തരാൻ വന്ന ആളല്ല, ഞാൻ സമാധാനം തരാനല്ല വന്നത്, ഞാൻ അമ്മയപ്പന്മാരെയും മക്കളെയും. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന മുഴുവനും ഇതുതന്നെയല്ലേ? ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ അവളെ എങ്ങനെ സ്വാതന്ത്ര്യത്തിൽ നിന്നോ അവനെ എങ്ങനെ മാറ്റാമെന്നാണ് കുടുംബം മുഴുവനും നിശ്ചയിക്കുന്നത്. മദ്യപാനിയോ മയക്കുമരുന്നിനോ അടിമയായി മ്ലേച്ഛതയിലോ വേശ്യാലയത്തിലോ കിടന്നാലും ആർക്കും ഒരു പ്രോബ്ലവുമില്ല. പക്ഷേ അവർ ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് വന്നാൽ അവരെ എല്ലാവരും സെപ്പറേറ്റ് ചെയ്യാനിടയാകും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ, അവർ ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അടിച്ചമർത്തി അവരെ ഒരു കോലമാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം അവർക്ക് കൂടെയുണ്ടെങ്കിൽ അനുകൂലം പ്രതികൂലം ആരാണ്? ലൂക്കോസ് സുവിശേഷം 4:18 പറയുന്നു, അവൻ പാപത്തിൻ്റെ, കുറ്റബോധത്തിൻ്റെ, ഭയത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കുന്നു. കാരണം ഗോഡ് കെയിം ടു ഗിവ് പീസ്. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ദൈവമാണവൻ, സമാധാനപുത്രനാണ്. കാരണം അവൻ നമ്മുടെ ഉള്ളത്തിൽ സമാധാനം നൽകും. നമ്മൾ ആരെങ്കിലും അസമാധാനത്തിൽ പോകുന്നുവെങ്കിൽ ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ നാം അറിയുന്നില്ല. സങ്കീർത്തനം 119:45 പറയുന്നു, ഐ വിൽ വാക്ക് അബൌട്ട് ഇൻ ഫ്രീഡം ഫോർ ഐ ഹാവ് സോർട്ട് ഔട്ട് യുവർ പെർസെപ്റ്റ്സ്. ട്രൂ ഫ്രീഡം ഈസ് നോട്ട് ഡൂയിങ് വാട്ട് എവർ വി വാണ്ട്, ഇറ്റ് ഈസ് വാക്കിംഗ് ഇൻ ഗോഡ്സ് വേ വിതൗട്ട് ദ ബോണ്ടേജ് ഓഫ് സിൻ. സങ്കീർത്തനം 119:45 പറയുന്നു, ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിച്ചതിനാൽ സ്വാതന്ത്ര്യത്തിൽ നടക്കും. യഥാർത്ഥ സ്വാതന്ത്ര്യം താൻ ഇഷ്ടം പോലെ ജീവിക്കുകയല്ല, ദൈവത്തിൻ്റെ വഴിയിൽ പാപം ബന്ധനമില്ലാതെ നടക്കുകയെന്നാണ്. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ 79ാമത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ യഥാർത്ഥമായ ഈ ദൈവിക സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എത്തിപ്പെട്ടോ ജനം എന്ന് നമ്മളെ തന്നെ ചിന്തിക്കുകയും, നമ്മുടെ ഈ ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളും ക്രിസ്തുവിനെ അറിയുവാൻ നമ്മളൊരു ബൈബിളായിത്തീരണം. നമ്മുടെ ജീവിതത്തിലൂടെ എന്താണ് ക്രിസ്തു ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ അറിയിക്കുമ്പോഴും വിളിച്ചു പറയുമ്പോഴും പരസ്യയോഗങ്ങളിലൂടെയും മറ്റുള്ള ഭവന വിസിറ്റിലൂടെയും നമ്മുടെ ജീവിതത്തിൽ തന്നെയും നമ്മുടെ കുടുംബത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ സാക്ഷ്യം പറയേണ്ടത്, നമ്മളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്. ഹല്ലേലൂയ. പരസ്പരം കരിവാരി തേക്കാതെ. എൻ്റെ ജീവിതത്തിൽ ഉടനീളത്തിലുള്ള യാത്രയിൽ പറയുന്നതാണ്, കഴിഞ്ഞ ഒരു 10 ദിവസമായി വലിയൊരു ഡിസാസ്റ്ററിലൂടെ എന്നെ ദൈവം കടത്തിവിട്ടു. ഈ ഓഗസ്റ്റ് മാസത്തിൽ 1 വർഷമാകുമ്പോൾ പബ്ലിക് മീറ്റിങ്ങിൽ ഒരു വലിയൊരു ദൗത്യം എന്നെ ദൈവം ഏൽപ്പിക്കുവാനിടയായി.
പബ്ലിക് മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പബ്ലിക്കിലേക്ക് വരുമ്പോൾ ആളുകൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് അവർ കണ്ടുമുട്ടുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഈ 16 വർഷത്തെ കാത്തിരിപ്പിൻ്റെ സമയത്ത്, ആ ദർശനത്തിൻ്റെ കാത്തിരിപ്പ് 2010 തന്ന ദർശനത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ സമയത്ത് ഒരു ദൈവ പൈതൽ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർ ശക്തിയെ പുതുക്കുന്ന സമയമാണ്. ആ സമയത്ത് അവരെ തൊട്ടാൽ കരണ്ടടിക്കുന്നത് പോലെയാണ്. കാരണം അവർ കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്, ആ വചനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ തൊടുന്നതോ അവരെയല്ല, ദൈവത്തിൻ്റെ കണ്ണിനെയാണ് തൊടുന്നത്. ഹല്ലേലൂയ. ഈ അറിഞ്ഞ ദൈവമക്കൾ ധൈര്യമായിട്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് പോവുക. നിങ്ങൾ കർത്താവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ദർശനം ലഭിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനുഷ്യനെ ഭയക്കരുത്, നിങ്ങൾ മുന്നോട്ട് പോകണം. കാക്കകൾ എപ്പോഴും ശബ്ദം വയ്ക്കും, എന്നാൽ കഴുകന് ഏറ്റവും കൂടുതൽ പറക്കാൻ പറ്റും, ദൂരത്തിലുള്ളത് കാണുവാൻ പറ്റും. പലപ്പോഴും കാക്കയ്ക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ല. കാക്കയ്ക്ക് കാണാത്തതൊക്കെയും കഴുകന് കാണാനുള്ള ശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് നോക്കിയാൽ മതി കഴുകനെക്കുറിച്ചും കാക്കയെക്കുറിച്ചുമുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്. എന്നാൽ കാക്ക ചെയ്യുന്നത് കഴുകയ്ക്കോ കഴുകൻ ചെയ്യുന്നത് കാക്കയ്ക്കോ ചെയ്യാൻ പറ്റുകയില്ല. ദാറ്റ് ഈസ് ട്രൂ. ബട്ട് കഴുകന് ദൈവം ഏറ്റവും കൂടുതൽ ദൗത്യം കൊടുക്കുന്നത്, കാരണം ഒരു ചെറിയ ആടിനെ പോലും എടുത്തുകൊണ്ട് പറക്കുവാനുള്ള ശക്തിയും കഴിവും കഴുകനുണ്ട്. കഴുകൻ 40 വർഷത്തിൽ ഒരു പ്രാവശ്യം റിന്യൂവലിലേക്ക് പോകും. അവൻ്റെ ശക്തിയെ പുതുക്കുന്ന സമയമാണിത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. കഴുകനെ പോലെ നമ്മൾ ചിറകടിച്ച് ഉയരണമെങ്കിൽ നമുക്ക് അനേക ട്രെയിനിങ്ങുകൾ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലുള്ളവർ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ ശകാരിക്കുന്നതിന് വേദനിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന്. നിങ്ങളുടെ പേര് നന്മയെന്നാണ്. നിങ്ങൾ തിന്മ കൊണ്ട് നന്മയെ ജയിക്കാതെ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. ഹല്ലേലൂയ. നെവർ ഗിവ് അപ്പ്. ഒരു ഡയമണ്ട് ഒരു പെട്ടെന്നായി വരത്തില്ല. കഴിഞ്ഞ ദിവസം ദൈവനെ ദർശനം കാണിച്ചു. ഒരു ഡയമണ്ട് പുറത്തേക്ക് വരണമെങ്കിൽ എന്തുമാത്രം സമ്മർദ്ദം ആഴിക്കടലിൽ, അത് മുകളിലേക്ക് വരാൻ നോക്കുമ്പോൾ പിന്നെയും അതിനെ അടിച്ച് താഴെ കൊണ്ടും. കാരണം അതിൻ്റെ സമയമായി. പിന്നെയും അത് മുകളിലേക്ക് വരുമ്പോൾ പിന്നെയും അതിനെ അടിച്ച് താഴെ കൊണ്ടിടും. അതിനെ സമ്മർദ്ദത്തിൻ്റെ മണ്ണും ചെളിയിലൂടെ അകത്തൂടെ കടത്തിവിട്ട് കുഴച്ച് അതിൻ്റെ ആ ചൂടുകളെ ഏൽപ്പിച്ച് പിന്നെയും അത് പുറത്തേക്ക് വരും. പിന്നെ അതിനെ അടിച്ച് താഴെയിടും. ഇതാണ് ഒരു കാത്തിരിക്കുന്ന യഥാർത്ഥമായ ഒരു ദൈവ പൈതലിൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ ദൈവം ചെയ്യുന്നത്. നിങ്ങളെ ക്രിസ്തു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അനേകരുടെ സ്വാതന്ത്ര്യത്തിന് ഒരു ലീഡറായി, ഒരു ചോസനായി, ഒരു അംബാസഡറായി, ദൈവരാജ്യത്തിന് ഒരു അംബാസഡറാക്കി നിങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിലെ അംബാസഡറിനേക്കാൾ വലിയ ദൗത്യമാണ് നിൻ്റേതെന്ന് മറന്നു പോകരുത്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പിലേക്ക്, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. നിങ്ങൾ സ്ത്രീകളാണ്, ശുശ്രൂഷയിൽ ദൈവം നിങ്ങൾക്ക് ദൗത്യം തന്നിട്ടുണ്ട്. നിങ്ങൾ വല്ലാത്ത ബന്ധപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. 00971 557079079031. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ആർക്കും നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ദൗത്യം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾ മുന്നോട്ട് പോവുക. ശബ്ദമുണ്ടാക്കുന്നതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുക. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ടേക്ക് കെയർ. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാനവൻ പതിയിരിക്കും. ബലവാനവൻ നിന്നെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ, ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ, ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകില്ല. ഗിലയാദിൻ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൻ തൈലക്കൂട്ടൊരുക്കും. സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും.
സൗഖ്യദായകൻ നിന്റെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും.